ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്നിവിടെ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യലായിട്ട് കിരീടം, കയ്യിൽ വെക്കുന്ന രണ്ട് സാധനങ്ങൾ, അരപ്പട്ട. കയ്യിൽ വെക്കുന്ന രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് അതിൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ പേപ്പറിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ കിരീടത്തിൻ്റെ ഇത് വേണ്ടത് അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് ബുക്കിൻ്റെ ചട്ടയിനകത്ത് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പൊതിയണം. ഇപ്പം നമ്മുടെ ഇത് ബുക്കിൻ്റെ കവറായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ കളർ പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഗോൾഡൻ കളർ തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ കിരീടവും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നെറ്റിപ്പട്ടത്തിൻ്റെ ഐറ്റംസ് കുറച്ചുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫെവി ബോണ്ട് പശ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഏത് പശ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഈ തുണി ആയിരുന്നു എൻ്റെ കയ്യിൽ പശയും ഇതുള്ളത് കാരണം ഞാൻ ഇത് ഉപയോഗിക്കണമെന്നുള്ളൂ. ഫെവിക്കോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ വിട്ടു പോരാത്ത രീതിയിൽ നമുക്ക് പശ ഉപയോഗിക്കാം കേട്ടോ. ഇത് റെഡിയാക്കി നമുക്ക് കറക്റ്റ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങളാണ് ഞാൻ വെച്ച് കൊടുക്കണേ കേട്ടോ. അതേ ഒരു ഷൂവിൻ്റെ ഒക്കെ ലേസിൽ അതാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ മുത്തുകളായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് നമുക്ക് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം ഒരു വലിയ റൗണ്ട് വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റുമായിട്ട് നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ പേരുകളുണ്ട്. നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുമ്പോൾ അത് പേര് പറയുകയും കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിനകത്ത് ഇതിനും ചെറിയൊരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡുകളിലും മൊത്തത്തിൽ ചെറിയൊരു ബോൾ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ പശ തേക്കാണ്ടാണ് ഒട്ടിച്ചത്. ഇപ്പോൾ ഇതേ പശയൊക്കെ തേച്ച് റെഡിയാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നെറ്റിപ്പട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളവർക്ക് അതെടുക്കുക, ഇല്ലാത്തവർക്ക് വേറെ എടുക്കാം കേട്ടോ. അപ്പോൾ വേറെ ഏത് തരത്തിലുള്ള മുത്തോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് റെഡ് കളർ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അതിൻ്റെ അറ്റത്ത് ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ഷൂവിൻ്റെ ലേസിൻ്റെ വള്ളിയാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ കയ്യിൽ വെക്കാൻ പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്തിരി വലിപ്പം കുറവിലാണ് ഞാനിപ്പോൾ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ കാർഡ്ബോർഡിനകത്ത് വെട്ടുമ്പോൾ കറക്റ്റ് ഇത്തിരി വലിപ്പം കൂട്ടിയിട്ട് വെട്ടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്ത പോലെ തന്നെ ഗോൾഡൻ കളർ തുണി വെച്ച് ഒട്ടിച്ച് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ചുറ്റും വൈറ്റ് കളർ സ്റ്റോണാണ് വെച്ച് കൊടുത്താണ് കേട്ടോ. റെഡ് കളർ സ്റ്റോൺ സൈഡുകളിലും വെച്ചിട്ടുണ്ട്, അറ്റങ്ങളിൽ മുത്തുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ രണ്ട് സാധനങ്ങൾ കൈയിടുക. ഇനി നമുക്ക് അരപ്പട്ട തയ്യാറാക്കാം കേട്ടോ. അരപ്പട്ടയും ഇതേപോലെ തന്നെ ഇതിന് മാച്ചായിട്ടുള്ള രീതിയിലെല്ലാം തന്നെ ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പം ഞാൻ കിരീടം എങ്ങനെയാണോ ചെയ്തത് അതനുസരിച്ച് ഞാൻ കിരീടത്തിൻ്റെ ഒരേ മുത്തുകൾ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺ ഞാൻ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിനകത്ത്. അതിനുശേഷം റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പീസുകളായിട്ട് കാർഡ്ബോർഡ് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓട്ട വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾക്ക് ഇത്തിരി കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്, ഓട്ട വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ അറ്റങ്ങളിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വള്ളിയൊക്കെ വെച്ചിട്ട് കെട്ടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വള്ളിയിട്ട് ഞാൻ കാണിക്കണില്ല, ആ സമയത്ത് ഇടാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിരീടം റെഡി ആയിട്ടുണ്ട്, അരപ്പട്ട റെഡി ആയിട്ടുണ്ട്, കയ്യിൽ വയ്ക്കുന്ന രണ്ട് സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു.